എൻ്റെ പേര് സുദാസ് കാണോത്ത് എന്നാണ്. കണ്ണൂർ തളിപ്പറമ്പിലാണ് താമസം. കുറേ കാലമായില്ല ഒരു ആഗ്രഹമാണ് കാശ്മീർ കാണുക എന്നുള്ളത്. ഭാര്യയുടെയും ഒരു നിർബന്ധപ്രകാരം ആഗ്രഹപ്രകാരം 18-ാം തീയതിയാണ് കാശ്മീർ പോയത്. കാശ്മീരിൽ പോയി 4 ദിവസം അവിടെയുള്ള സോനാമാർഗ്, ഗുൽമാർഗ്, ഇങ്ങനെ പല സ്ഥലങ്ങളും നമ്മൾ കണ്ടു. കണ്ടതിന് ശേഷം 5-ാമത്തെ ദിവസം ആണ് ഇവിടെ പെഹൽഗാമിൽ പോയത്. പെഹൽഗാമിൽ പോയി അവിടെ കാശ്മീരിൽ വന്നു കഴിഞ്ഞാൽ കാണേണ്ട സ്ഥലമാണ് പെഹൽഗാമിലെ ആ ഒരു സ്വർഗീയ സുന്ദരമായ സ്ഥലം. മുകളിൽ പോണി യാത്രയിലൂടെ പോകണമെന്ന് പറഞ്ഞത്. അങ്ങനെ ആ യാത്ര ചെയ്ത് അവിടെ എത്തി. അവിടെ എത്തുന്നതിന് മുമ്പേ വളരെ വൃത്തികെട്ടതും ചളി നിറഞ്ഞതുമായ ഒരു സ്ഥലത്ത് ഇറങ്ങി വേണം ഈ അപകടം നടന്ന തീവ്രവാദികളെ അപകടം നടന്ന ഈ സ്ഥലത്തെത്താൻ, തീവ്രവാദികൾ അവരുടെ വെടിയേറ്റ് മരിച്ച സ്ഥലത്തെത്താൻ. പക്ഷെ അതിനു മുമ്പേ ഈ കുതിരപ്പുറത്ത് ഇറങ്ങുന്ന സമയത്ത് ഒന്ന് കാല് തെന്നി വീണത് കൊണ്ട് മുഴുവൻ ദേഹമാസകലം ചളിയായി, വൃത്തികേടായി. അത് ദൂരെ പോയി അരുവിയിൽ നിന്ന് കഴുകി വൃത്തിയാക്കിയ സമയത്ത് തന്നെ നനഞ്ഞ ഡ്രസ്സോടുകൂടിയാണ് പിന്നെ കാര്യങ്ങൾ ചെയ്യേണ്ടി വന്നത്. അതുകൊണ്ട് തന്നെ കൂടുതലൊന്നും ചെയ്യാൻ പറ്റിയില്ല. 3 മണിക്കൂർ സമയം ചെലവഴിക്കേണ്ട ഇടക്ക് ഞാൻ വെറും അരമണിക്കൂർ മാത്രം സമയം ചെലവഴിച്ച് ചായ കുടിച്ച് പെട്ടെന്ന് അരമണിക്കൂർ മുമ്പേ തന്നെ നമ്മൾ മടങ്ങി വന്ന് താഴെ എത്തി. ഒന്ന് ഹോട്ടലിൽ കയറിയ സമയത്ത്, ഭക്ഷണം കഴിക്കാൻ ഹോട്ടലിൽ കയറിയ സമയത്താണ് ഈ മിലിറ്ററി വാഹനങ്ങൾ പരക്കം പായുന്നത് കണ്ടത്. അന്നേരം ഡ്രൈവർ പറഞ്ഞു, അവരെ സഹോദരൻ വിളിച്ചു പറഞ്ഞു പ്രശ്നമുണ്ട്, പെട്ടെന്ന് സ്ഥലം വിട്ടോളാൻ. അങ്ങനെ ഡ്രൈവറുടെ സഹായത്തോടുകൂടെ പെട്ടെന്ന് പെഹൽഗാം വിട്ട് ശ്രീനഗറിൽ കൊണ്ട് മാത്രമാണ് രക്ഷപ്പെട്ടതെന്നില്ല. ശരിക്കും പറഞ്ഞാൽ ആ കുതിരയിൽ നിന്നില്ല ഒരു വീഴ്ചയില്ലായിരുന്നെങ്കിൽ ആലോചിക്കാനും തന്നെ ബുദ്ധിമുട്ടാണ്. ഈ ആ തീവ്രവാദി അക്രമത്തിൻ്റെ ആ ഒരു നടുക്ക് തന്നെയാണ് ഉണ്ടായിട്ടുണ്ടാവുക എന്നുള്ളത്.